അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത്. തസ്ബീഹ് നിസ്കാരം ഒരു മനുഷ്യൻ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. രാത്രിയിലും പകലുമെല്ലാം ഈ നിസ്കാരം നിസ്കരിക്കാമെങ്കിലും രാത്രിയിൽ നിസ്കരിക്കലാണ് ഉത്തമം. പകലിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ ഈ നിസ്കാരം കറാഹത്തായ സമയങ്ങളിൽ, സുന്നത്ത് നിസ്കാരം കറാഹത്തുള്ള ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഒഴികെ ഏത് സമയത്ത് വേണമെങ്കിലും സുന്നത്ത് നിസ്കാരം, ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാം. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം പറയാം. ഉസല്ലി സുന്നത്ത സ്വലാത്ത തസ്ബീഹി റകഅതൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി തസ്ബീഹ് എന്ന സുന്നത്ത നിസ്കാരം 2 റകഅത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടുക. അതിനുശേഷം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാകുമു തകാസുർ എന്ന സൂറത്ത് ഓതുക. അതിനുശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് 15 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം റുക്കൂഇലേക്ക് വരിക. റുക്കൂഇൽ പറയാറുള്ള ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം ഇഅ്തിദാലിലേക്ക് വരിക. ഇഅ്തിദാലിൽ പറയാറുള്ള ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. ആദ്യത്തെ സുജൂദിലും പറയാറുള്ള ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. സുജൂദിൻ്റെ ഇടയിലിരുത്തത്തിലും 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയുക. അതിനുശേഷം രണ്ടാമത്തെ സുജൂദിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം എഴുന്നേറ്റ് ഇരിക്കുക. ഈ ഇരുത്തത്തിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയുന്നത്. ഇവിടെയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യം പറയുക. ഇപ്പോൾ 75 തസ്ബീഹ് പൂർത്തിയായി. അതുപോലെ ഒരു റക്അത്തും. ഇനി രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരിക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള സൂറത്താണ്. അതിനുശേഷം 15 തസ്ബീഹ് ചൊല്ലുക. റുക്കൂഇൽ 10 തസ്ബീഹ് ചൊല്ലുക. ഇഅ്തിദാലിൽ 10, ആദ്യത്തെ സുജൂദിൽ 10, സുജൂദിൻ്റെ ഇടയിലിരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിലും 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. അതിനുശേഷം അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കുക. ഈ ഇരുത്തത്തിൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. അതിനുശേഷം അത്തഹിയ്യാത്തും സ്വലാത്തും ചൊല്ലി സലാം വീട്ടുക. ഇപ്പോൾ 2 റക്അത്ത് പൂർത്തിയായി. അതുപോലെ തന്നെ 150 തസ്ബീഹും. ഇപ്രകാരം തന്നെ 2 റക്അത്ത് കൂടി നിസ്കരിക്കുക. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്തുൽ കാഫിറൂനും, നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസുമാണ്. ഇപ്രകാരം 4 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തആല നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.